പങ്കുവച്ചിരുന്നത് ഈ സമാനമായ ഒരു പ്രതിസന്ധി മറ്റൊരു വിഷയത്തിലാണ് എങ്കിൽ പോലും CPM-ന്റെ പത്തനംതിട്ടയിലുമുണ്ട് എന്നുള്ളതാണ്. അത് തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റി യോഗത്തിൽ കഴിഞ്ഞ ദിവസം വലിയൊരു തർക്കമുണ്ടായി. കാരണം CC സജിമോൻ എന്ന ആളെ തിരിച്ചെടുത്ത തീരുമാനം റിപ്പോർട്ട് ചെയ്യാൻ വിളിച്ച യോഗത്തിലാണ് സജിമോനും പങ്കെടുത്ത്. തുടർന്ന് അവിടെ വലിയ വാക്കേറ്റം ഉണ്ടാകുന്നു, നേതാക്കൾ ചേരിതിരിക്കുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. ഒടുവിൽ ഈ സജിമോനെ യോഗത്തിൽ നിന്ന് ഇറക്കി വിടുന്നു, ഒഴിവാക്കിക്കൊണ്ട് ഉള്ള ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. അത് ഒരു പീഡന കേസുമായി ബന്ധപ്പെട്ട് പാർട്ടി പുറത്താക്കിയ ഒരു നേതാവാണ് ഈ സജിമോൻ എന്നുള്ളത്. ഈ സജിമോനെ തിരിച്ചെടുക്കാനുള്ള തീരുമാനങ്ങൾ അവിടെ ഉണ്ടാകുന്നത് പാർട്ടിയിലെ വലിയൊരു വിഭാഗത്തിന് അത് അംഗീകരിക്കാനാവാത്ത പശ്ചാത്തലമാണ്. ശിവനാരായണൻ, ഇന്നലെ വലിയ തർക്കമുണ്ടായി എന്നാണ് മനസ്സിലാകുന്നത്. ഇത് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്കിടയിൽ പോലും അവമതിപ്പുണ്ടാക്കിയ ഒരു തീരുമാനമായി മാറുന്ന സാഹചര്യമുണ്ട്. എങ്ങനെയാണ് ഇന്നലെ ഈ വിഷയം അവിടുത്തെ ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റിയിൽ പ്രതിഫലിച്ചത്? പീഡന കേസിലെ പ്രതിയെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കൂടിയ ഏരിയ കമ്മിറ്റി യോഗത്തിലാണ് ഇത്തരം വലിയ രൂക്ഷമായ വിമർശനവും തർക്കവും ഉണ്ടായത്. കാരണം തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റി യോഗത്തിലാണ് പീഡന കേസിലെ പ്രതിയായ സജിമോനെ, CPM-ന്റെ സജിമോൻ കോട്ടാലി ബ്രാഞ്ച് സെക്രട്ടറിയാണ് നേരത്തെ. അതുപോലെ തന്നെ ലോക്കൽ കമ്മിറ്റി അംഗമാണ്. 2017 ഒരു പീഡന കേസിലെ പ്രതിയാണ്. അതുപോലെ തന്നെ 2021 ഇത് സമാനമായ രീതിയിൽ ഒരു പാർട്ടി പ്രവർത്തകരുടെ നഗ്ന ചിത്രങ്ങളെടുത്ത് മൊബൈലിൽ പ്രദർശിപ്പിക്കുകയൊക്കെ ചെയ്ത സോഷ്യൽ മീഡിയയിൽ ഇട്ട കാര്യത്തിലൊക്കെ പ്രതിയായ കക്ഷിയാണ് ഈ സജിമോൻ. ആ സജിമോനെ തിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഇന്നലെ. കാരണം സജിമോൻ പാർട്ടി പങ്കെടുക്കുകയും സജിമോൻ ഉള്ളപ്പോഴാണ് ഈ റിപ്പോർട്ട് വായിക്കുകയും ചെയ്തത്. അതാണ് വലിയ വിമർശനങ്ങൾക്ക് കാരണമായത്. സജിമോനെ പാർട്ടിയിൽ നിന്ന് പുറത്തെടുക്കണം എന്നുള്ള നിലപാടിൽ തന്നെയാണ് അംഗങ്ങളുണ്ടായത്. അതിന് പ്രധാനമായും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ് നേരത്തെ സജിമോനെ പുറത്താക്കിയത്. അതിനുശേഷം പാർട്ടിയുടെ സംസ്ഥാന കൺട്രോൾ കമ്മീഷനാണ് സജിമോനെ തിരിച്ചെടുക്കാൻ നിർദ്ദേശം നൽകിയത്. ഈ നിർദ്ദേശമാണ് ചർച്ചയായത്. എന്തായാലും വലിയ വിമർശനങ്ങൾക്കാണ് കാരണമുണ്ടായത്. കാരണം നിരവധി കേസുകൾ മറ്റു കാര്യങ്ങളൊക്കെ ഈ സജിമോന്റെ പേരിൽ ആരോപിക്കുന്നുണ്ട്. എന്തായാലും 2 പീഡന കേസ് നിലവിലുള്ളപ്പോൾ അത്തരമൊരു പ്രതിയെ വീണ്ടും പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുന്നത് അവമതിപ്പുണ്ടാക്കുമെന്നുള്ള കാര്യമാണ് അംഗങ്ങൾ മുന്നോട്ട് വെച്ച് സജിമോനെ പുറത്താക്കിയതിനു ശേഷമാണ് പിന്നീട് ചർച്ച ചെയ്യാൻ തീരുമാനിച്ചത്. എന്തായാലും അത്തരമൊരു വിവാദമായ ഒരു ചർച്ചയും കാര്യങ്ങളുമാണ് ഈ തിരുവല്ല ഏരിയ കമ്മിറ്റിയിൽ ഉണ്ടായത്. ഈ സജിമോനെ സംബന്ധിച്ച് നേരത്തെയും മറ്റ് ആരോപണങ്ങളൊക്കെ ഉണ്ടായതാണ്. അപ്പൊ അതെല്ലാം വെച്ചുകൊണ്ട് ഈ തോമസ് ഐസക് മത്സരിക്കുന്ന സമയത്ത് തന്നെ ഈ വിഷയമൊക്കെ വലിയ ഉന്നയിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ സംസ്ഥാന കൺട്രോൾ കമ്മീഷന്റെ തിരിച്ചെടുക്കുന്ന നിർദ്ദേശം വലിയ വിവാദമായ സാഹചര്യത്തിലാണ് കൂടിയും ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ശരി, ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവച്ചു. പാലക്കാട്ട്